മൂന്നാറ്റിലെ ഒരു കോളേജിലെ പ്രൊഫസർ 2014 എക്സാം നടക്കുന്ന സമയത്ത് കുറേ പെൺകുട്ടികൾ കോപ്പി അടിക്കുന്നത് കണ്ടു. അദ്ദേഹം അത് പ്രിൻസിപ്പളിന് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പ്രിൻസിപ്പളും അവിടെ ഉള്ള ചില നേതാക്കന്മാരും എല്ലാം കൂടി ഈ പെൺകുട്ടികളെ കൊണ്ട് ഈ പ്രൊഫസറുടെ പേരിൽ കേസ് കൊടുപ്പിച്ചു. ഒരു പെൺകുട്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വില കിട്ടില്ല എന്ന് വിചാരിച്ച് പല പെൺകുട്ടികളെ കൊണ്ടും കേസ് കൊടുപ്പിച്ചു. ഈ പാവം പ്രൊഫസർ കോടതി കയറി ഇറങ്ങി 3 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. 11 വർഷം കേസ് നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിരപരാധിയാണ്, ഇത് ആസൂത്രിതമായി ചെയ്ത സംഗതിയാണ് എന്ന് വന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, ഈ പ്രൊഫസർ ഇവരെല്ലാം അനുഭവിച്ച മാനസിക വിഷമം, നാണക്കേട് ആര് പരിഹരിക്കും? ഇപ്പോൾ ഇദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടപ്പോൾ വിട്ടയച്ച കോടതി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ട മറ്റൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടികളുടെ പേരും ഫോട്ടോയും എല്ലാം പ്രസിദ്ധീകരിക്കുകയും അതുപോലെ അതിന് പിന്തുണ നൽകിയ കോളേജ് അധികൃതരെയും പ്രിൻസിപ്പാളിനെയും കുറ്റവിചാരണ ചെയ്യുകയും ഇദ്ദേഹത്തിന് മാനനഷ്ട കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇവർ അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുക്കാനുള്ളൊരു ക്രമീകരണം ചെയ്യേണ്ടതാണ് ഏറ്റവും കുറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനുഭവിച്ച വേദനയ്ക്കൊരിക്കലും പകരമാകില്ല. എങ്കിലും ഇനിയെങ്കിലും ഇതുപോലുള്ള വ്യാജ പരാതിയും കൊണ്ട് ഒരു സ്ത്രീകളും വരാതിരിക്കാൻ അത് സഹായകമാകും. ഈ കോളേജിൽ പഠിക്കുന്ന ഈ പെൺകുട്ടികളൊന്നും പറയാൻ പറ്റില്ല, വെറും കച്ചറ ആളുകളാണ്. ഇവളുമാരൊക്കെ ഇപ്പോൾ ഏതൊക്കെ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അവരൊക്കെ സമൂഹത്തിൽ മെച്ചപ്പെട്ട ആളുകളായി മാന്യരായി ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഇവരെയൊക്കെ തിരിച്ചറിയിക്കണം. ഇങ്ങനെ അറിയിക്കണ്ടേ? തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ വ്യാജ പരാതി കൊടുത്ത ഈ പെൺകുട്ടികളുടെ ഫോട്ടോ, ഇവിടെ ധാരാളം മീഡിയകളൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന മീഡിയകൾ. അവർക്ക് ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം വന്നിട്ട് എത്ര മീഡിയ ഈ പെൺകുട്ടികളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസോ എടുത്ത് പബ്ലിഷ് ചെയ്തു. ഒരു ഇരയുടെ ആണെങ്കിൽ ശരിയാണ്, അവരുടെ ഫോട്ടോയും വിവരങ്ങളും പരിചയപ്പെടുത്തുന്നത് നിയമവിരുദ്ധം. പക്ഷേ ഇത് പ്രതികളാണ്, അതും നിസ്സാര സംഗതിയൊന്നുമല്ല. ഒരു കോളേജ് അധ്യാപകൻ്റെ ജീവിതം തകർത്ത, അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്ത ഈ പെൺകുട്ടികളുടെയും ഈ പ്രിൻസിപ്പലിൻ്റെയും ഈ കോളേജ് അധികൃതരുടെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും വിവരങ്ങൾ സമൂഹത്തെ അറിയിക്കണ്ടേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വാഭാവികമായിട്ട് ഇതെല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് പരിചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലുള്ള സംഗതികൾ ആളുകൾ അല്ലെങ്കിൽ മീഡിയകൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുക. പക്ഷേ ആ കോളേജ് പ്രൊഫസറുടെ ആ വേദന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നിരപരാധിയായൊരു വ്യക്തി, വേറെ ഒരു കേസൊന്നുമല്ല, തല്ല് കേസോ അങ്ങനെയുള്ള ഒന്നുമല്ല, തങ്ങളുടെ മക്കളുടെ പ്രായം പോലും ഇല്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു, ഒരു കോളേജ് പ്രൊഫസർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ളൊരു വില, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ, അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ, ബന്ധുക്കളുടെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കുകയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളെ നിയമ നടപടിക്ക് വിധേയമാക്കുകയും ഇവരെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളിൽ വരികയും ചെയ്യണം. ഇതിനകത്ത് ഇടപെട്ട എല്ലാ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള സംഗതികൾ എല്ലാ ആളുകളിലേക്കും നമ്മൾ ഷെയർ ചെയ്യണം. പല ആളുകളിലെത്തി കഴിയുമ്പം ഇത് അധികാരികളിലേക്ക് എത്താൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ
ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളാണ് ഞാൻ ഇടുന്നത്. കോമഡി പരിപാടികളോ മറ്റൊന്നുമല്ല. ഇങ്ങനെയുള്ള വീഡിയോകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇനിയും പെട്ടെന്ന് എത്താൻ വേണ്ടി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നു.